ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗഗനശാരി. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനായിരുന്നു ഞാൻ ഗണേഷ് സാറിനോട് ഗഗനശാരി വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഗണേഷ് മാമിന്, പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ സെറ്റിലുള്ള കളിതമാശകളും കോവിഡിൻ്റെ ഒരു വളരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനശാരി. ചന്തുവായിട്ടാണെങ്കിലും സുർജിത്തും സായൊക്കെ ആയിട്ടാണെങ്കിലും ഭയങ്കര ഒരു റാപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗണേഷ് സാറായിട്ടും ആണെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര കുറേ കഥയൊക്കെ പറയും എപ്പോഴെപ്പോഴും. അപ്പോൾ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എന്താ പറയാ, ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടിട്ടുള്ള ഒരു പെർഫോമർ ഗണേഷ് കുമാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര നമ്മളെ രസിപ്പിക്കുന്ന ഒരാൾ. ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അതിനോട് സാറ് ഈ വേഷമാണ് ചെയ്യുന്നത്. വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി, പക്ഷേ ആരോട് പറയാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ അജിത്ത് വിനായക വരുന്നത്. അദ്ദേഹത്തോട് നമ്മൾ പറയുക. അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയാണ്. ചന്തു എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി. അവനെ മാമൻ പോയ വഴിക്ക് സിനിമയിൽ പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടി വരുമായിരുന്നു, പഴുത്തു പറയും. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ശിവനൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. കൊറോണ എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ, ഞാനും അജുവും കൂടെ, ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ രണ്ടുകൂടെ മരത്തിൻ്റെ മുട്ടോട്ട് ഈ ചന്തു ഈ ശിവസായി ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല, അവന്മാർ കഥ ഉണ്ടാക്കാൻ പോകാമെന്ന് പറയും. കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്റർ എടുത്ത് പുറത്തിരിക്കും ശിവസായി. ഉടനെ ചന്തു അത് ദൂരെ എനിക്ക് അറിയാത്ത പോലെ നിൽക്കും. പിന്നെ അതിനകത്തൊരു കമ്പ്യൂട്ടറിൽ കഴിച്ച് ഒരു സീൻ ഇറക്കി വരാൻ ഈ പ്രിൻ്റ് ചെയ്ത് വരുന്ന ചൂട് സ്ക്രിപ്റ്റാണ് ഉണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിരിക്കുന്ന കാറും പ്രിൻ്ററും ലാപ്ടോപ്പും എടുത്ത് തോട്ടിൽ കളയും. അങ്ങനെയാണ് നിർത്തിയത്. ഇവർ ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും. പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവുകയാണ്. കഥ ഇങ്ങനെ വിശാലമായി പോവുക. പിന്നെ ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്ന ഭയങ്കര ബഹുമാനപ്പെട്ട എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പോഴും ബഹുമാനമുണ്ടാവും. അത് കഴിഞ്ഞ് ബഹുമാനത്തല്ല സ്നേഹം. ഞാൻ സ്ഥിരമായിട്ട് ഞാനും അജുവും കൂടെ 2 ദിവസം നിന്ന് ശരിക്കും അനാർക്കലി പറഞ്ഞു. എന്നിങ്ങനെ പറഞ്ഞ് കളിയായി. പക്ഷെ അനാർക്കലി ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ ഒഴിവാക്കിയിട്ട് അതിന് നമ്മളെ മോനെന്ത് ചെയ്യാൻ അങ്ങനെ പറയാൻ പറ്റും. അവനെൻ്റെ അടുത്ത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു, ഗണേഷ് മാമൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. കാരണം ഞാൻ എന്നെ കാണുന്നതിലൂടെ ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛനുണ്ട് അവനിക്ക് അതിലും പേടിയായിരുന്നു. അവന് നല്ല ബെറട്ട് വലിയൊന്നും. പക്ഷേ അവൻ നോക്കിയപ്പോൾ അവന് നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു? മണിച്ചിത്ര താഴെ കിട്ടി. എനിക്ക് തന്നാലേ അഭിനയിക്കാൻ പറ്റും. നേരിൽ കിട്ടി, നന്നായി അഭിനയിക്കാൻ പറ്റി. ദൃശ്യത്തിൽ കിട്ടി, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി. അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് നമ്മളിത് ഒരു ആളുകളുടെ മനസ്സിൽ പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആളുകൾ, മറ്റ് സാധാരണക്കാർക്കല്ല. അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ്, ഇന്ന ആളൊക്കെ മതി എന്നൊരു ധാരണ. ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. കാരണം എൻ്റെ ഇരകൾ മൊട്ട് ചന്തു ഇങ്ങനെ പറയും. ഇരകളിങ്ങനെ പ്രകാശം കണ്ടിട്ട് ഇരകൾ എന്ന സിനിമയെ കുറിച്ച് ജോർജ് സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന. എന്നോട് ചന്തു പറയാണ്, ജോർജ് സാറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നു. ഈ സിനിമ റിലീസിന് ശേഷം എന്നെ വല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപകാരവും ഇല്ലാത്തൊരു സിനി ഫയൽ അത് ഞാനാണ്. അലനീസ് മീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹാഷ്ടാഗുകളൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആവുന്നുണ്ട്. അലനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ. ഇപ്പോൾ എന്നോട് ഡയറക്ടറെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊക്കെ ധ്യാൻ ശ്രീനിവാസന് ലഭിച്ചൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആനവാൽമന്ദിരത്തിൽ അച്ഛന് കിട്ടിയൊരു ഇഷ്ടമുണ്ട്, ഒരു ജനപ്രീതിയുണ്ട്. അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേ കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആ വിധത്തിലൊരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ 2 ദിവസം മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം അല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല.
അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്തു വരും. ഇനി ലഭിച്ചാൽ സന്തോഷം. നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് ബെറ്ററായി വരിക. പിന്നെ നമ്മുടെ കൂടെ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അവർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്ന ചിലപ്പോൾ എനിക്ക് അതെ കോമ്പിനേഷൻ ഋഷഭനും മജുവേട്ടനും അനാർക്കലിയും അരുൺ ചേട്ടനും ശിവസായി എല്ലാവരും ഒരു ഭയങ്കര എന്നെ, കാരണം കുറച്ച് നമുക്ക് ചമ്മൽ വരുന്ന ഒരു സാധനമാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ജാള്യത തോന്നുന്നൊരു ക്യാരക്ടർ പോലെ. അപ്പം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് ക്രിഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ്, നമ്മുടെ കോ ആക്ടേഴ്സ്, അവർ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെയാണ്, വർക്ക് ആവുന്നുണ്ട്. അവരുടെ റെസ്പോൺസ് നമുക്കിവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെയും കുറച്ചുകൂടെ സംശയം. ഞാൻ വീണ്ടും ചോദിക്കും, ശരിക്കും നിങ്ങൾ ചിരിച്ചതുള്ളതാണോ അത് എന്നെ സമാധാനപ്പെടുത്താനായിട്ട് നിങ്ങൾ ചിരിച്ച് തന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും അരുൺ ചേട്ടനായാലും, നിയന്ത്രിക്കുകയും ചെയ്യും. അകത്ത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പെട്രോൾ വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ്. അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം ഗതാഗത വകുപ്പ് കൈയാളുന്ന ഒരാള് ഇലക്ട്രോണിക് വാഹനങ്ങളുള്ള സമയത്ത് വണ്ടി എടുത്ത് ഒരു ഹീറോയിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിന് വല്ലാത്ത പ്രസക്തിയുണ്ട്. അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെന്റ് ആണ്. അപ്പൊ ആ സീനിലൊരു മേക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ പ്രസക്തി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഒരു ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക, ആരും കാണാതെ മൂടിയിട്ടിരിക്കുക. പെട്ടെന്ന് അവരെ കാര്യം വിളിച്ചവരെ കൊണ്ട് പോവുകയാണ്. പോയിട്ട് ഇവരെ ഏലിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഷീറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ. ഇവരാരും പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല. ആ ഒരു ജനറേഷനെ പഴയ ഒരു സാധനം നമ്മളെ നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിക്കുന്ന സാധനമുണ്ട്. നമ്മളെ പഴയ ടേപ്പ് റെക്കോർഡ്, പഴയ റെക്കോർഡ് പേരൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ, റെക്കോർഡ് അതുപോലെ ആ ഡിസ്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമഫോൺ സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായിട്ട് വളരെ വാല്യൂബിളായിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പം. പിന്നെ ഈ ബാറ്ററി വണ്ടി പോയാലും എവിടെ പോയാലും അറിയുമെന്ന് വിക്ടർ പറയേണ്ട ഒരു സ്ഥലം. അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അതിനകത്ത് വേറെ കാര്യം അതൊരു പിന്നീട് വന്ന സീനാണ് കഥ പറയുന്നത്. ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിമിലൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല. എൻ്റെ ഇപ്പം മെറ്റാനസ് ഇപ്പം ഗണേശ് സാറിനെ വിളിക്കുമ്പോൾ ഞാനും കൃഷ്ണദേവൻ അങ്ങോട്ട് പോയപ്പം സാറ് ആവാസ യുവത്തിനെ പറ്റിയിട്ട് കൃഷ്ണദേവനോട് ഇങ്ങനെ ഭയങ്കര ആചാരമായിട്ട് സംസാരിക്കാണെന്നും കൃഷ്ണദേവൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനമാണെന്ന് ഞാൻ കൃഷ്ണദേവനോട് പറയുമായിരുന്നു. ബിക്കോസ് കുറച്ചെടുക്കുമ്പോഴേ ആ ഒരു സൈഡിലത്തെ സാറിൻ്റെ നേർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ് പരിപാടി മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. തോന്നി തള്ളു കഴിയുമ്പോൾ എനിക്ക് ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ, എന്നെ ഇതിനകത്തൊന്ന് വിളിച്ചിരുന്നത് എന്ത് നന്നായിരുന്നു. പക്ഷെ പിന്നെ സിനിമ കണ്ടിട്ട് തോന്നി എനിക്ക് വിളിക്കാത്തത് എനിക്ക് തോന്നാറുണ്ട്. തുറന്നു പറയാം, അതിന് ഒരു നമ്മളെന്താ ഒരു ഡിഫറൻസ് സിനിമ നമ്മൾ അന്ന് വരെ അറിയാത്ത ഈ സിനിമയിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ അന്ന് വരെ ലോകം അന്ന് വരെ അറിയാത്തൊരു സാധനമുണ്ട്. ലോക്ക്ഡൗൺ ചെയ്താകത്ത് അതിനെ ബേസ് ചെയ്ത് ഒരു മലയാള സിനിമയും പറ്റും അല്ലേ? ലോക്ക്ഡൗൺ ചെയ്താകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നമ്മളെ കഴിഞ്ഞ 2 വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന 1.5 വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത്. ശരിക്കും അല്ലേ? ലോക്ക്ഡൗൺ കഴിഞ്ഞാണ് എൻ്റെ ഒരു കഥ പറയുന്നതാണ്. കഥ കുറച്ചും പറയുന്നത് ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത്. നമ്മൾ എൻ്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മെസ്സേജ് അപ്പുറം വയ്ക്കും. അവർ കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളതാണ്. ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ കൊണ്ടില്ല, ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നത്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി. അത് നല്ലൊരു കാര്യമാണ്. അജിത്ത് അതിനൊക്കെ വളരെ താല്പര്യത്തോടെ നിർത്തുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ള പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കണ്ടന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെൻ ഐ സോ ദ ഫിലിം ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ടു മെനി പാർട്സ് വിച്ച് ആർ റിയലി വണ്ടർഫുൾ. വിക്ടർ സാറിൻ്റെ പാട്ട് നല്ല രസമുണ്ട്. എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തുവിൻ്റെ എനിക്ക് സൈഡ് ആണോ എന്ന് അറിയത്തില്ല, ഫിലിം മേക്കറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻഡ് യൂസറിന് അതുമായിട്ട് കണക്ട് ആകും. എൻഡ് യൂസറിന് ആ ഒരു ഫിലിമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് അങ്ങനത്തെ സിനിമയായിപ്പോയി. മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് വെറും യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ 4 സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം, ഒരു റിതമിൽ കൊണ്ടുപോകണം,
പിന്നെ ലാർജർ ദാൻ ലൈഫ് ഇമേജസ് VFX വെച്ച് കാണിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരുന്നത്. അതുകൊണ്ട് നല്ല ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇത് എത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈറ്റ് നോട്ട് കണക്ട് വിത്ത് ദിസ്, ദേ വിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങ് മാറി നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് മോശമാണ്, അല്ലെങ്കിൽ ചില ഏരിയാസ് ഭയങ്കര രസമുണ്ട് ബാങ്ക്, പക്ഷെ ബാക്കിയൊന്നും കൊള്ളത്തില്ല. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. അതെ അതെ, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണെങ്കിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ റീയൊക്കെ മെസ്സേജ് പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും സുരേഷ് വീട്ടിൽ വെച്ചാൽ പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വിളിച്ചു. നീ നന്നായിട്ട് ഞാനത് പറഞ്ഞു, അവരടുത്ത് പറഞ്ഞു. അപ്പം സായിയും ഗോകുലൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പടത്തിൽ നന്നായിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യം. ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാണ്. ഇന്ന് അജുവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം ചെയ്യും. അജുവാണ് ഇതിനിടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞെന്നൊരു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് നമ്മൾ പറയാൻ അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട്. അജു വന്ന് ബഹുമാനവും കാണിക്കുന്നുണ്ട്. പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പറഞ്ഞ ശരിയാണ്, കുറേ സീൻ കയ്യിലുണ്ടായിരുന്നിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നു. എന്നെ വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ടുപേരും, ഒന്ന് മല്ലിക സുമാർ, മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം, ഞങ്ങൾ ലളിത ചേച്ചിയാണെന്ന് നോക്കാൻ പോയത്. ലളിത ചേച്ചി എപ്പോഴത്തേക്കും സുഖമില്ലാതെയാണ്. പക്ഷേ മല്ലിക ചേച്ചിയുടെ പ്രസൻസ് ഭയങ്കര ഫീലിംഗ്. ഈ ഒരു സീനുണ്ടായിരുന്നു, അതിൽ പറയുന്നത് ഈ അനാർക്കലിയുമായിട്ട് ഈ ഏലിയനുമായിട്ടുള്ള സ്നേഹത്തിലെത്തി ഞാൻ. അപ്പോൾ ഇവര് പിന്നെ ഡോക്ടർ അനീന വരും ഒരു സീനിൽ വരുന്നുണ്ട്. അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കും. പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് യവന്മാരെ രണ്ടൊരു വെളിയിലാക്കും, കഥവിൻ്റെ വെളിയിലാവും. അപ്പോൾ ഇയാളങ്ങ് ആഹാരമൊക്കെ എല്ലാം ഈടയില്ല ഇവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ, മറ്റൊരു കഥാപാത്രം, രാഘവത്തിന് ശബ്ദം കൊടുത്താരാണെന്ന് എനിക്കറിയില്ല, എബ്രഹാം എന്നൊരാളാണ്. വളരെ മനോഹരമാണ് രാഘവൻ. അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട്, നാസയിൽ നിന്ന് വന്ന ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ കഴിഞ്ഞു ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാണ് ഇവനെ എന്ന് പറയും. അപ്പം അതൊക്കെ വേറെ രസകരമായൊരു പങ്കുള്ളത്. എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളും എന്താണെന്നറിയാം. എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാൾക്കാർ ഞാനുള്ളപ്പോഴും ഇല്ലാത്തത്. ഒരാൾ ഒരു സാമാന്യ ഒരാൾ, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു 120 കിലോ തൂക്കവും ഒരു 6 അടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് ഒരാളാണ്. ഇതിൽ പറയുന്നുണ്ട് രണ്ടെണ്ണന്മാരും അത്ര ശരിയല്ല. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ട്രോളാണ്. കാരണം തടിയൻ അവനെൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്നൊക്കെ പറയുന്നത്. ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവരെ പറ്റി കമൻറ്റ് പറയാം. അവരൊക്കെ പൊട്ടിച്ചിരിക്കുക, സന്തോഷം ഉണ്ടെന്നില്ല. നാട്ടുകാരോട് ഉണ്ടാക്കിയ ഒരു ട്രോളാണത്. അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനം. അത് കറക്റ്റായിട്ട് സിംഗ് ചെയ്യും നാട്ടുകാർ കണ്ടപ്പോൾ കോറിലേറ്റ് ചെയ്യണം. പുതിയ മേക്കേഴ്സിനെ ഗണേശനെ അപ്രോച്ച് ചെയ്യാനും പുതിയ വേഷങ്ങൾ തരാനും അപ്പൊ അതിനു വേണ്ടി ഗണേശൻ എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ള, കാരണം ഭയങ്കര തിരക്കുള്ള ആളാണ് ഇപ്പോഴത്തെ സൈഡിൽ. ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുന്ന സിനിമയിൽ അഭിനയിച്ചു. നല്ല സിനിമയാണ്. വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണ് ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിൽ പ്രസൻസ് ഉണ്ട്. അതൊക്കെ ഒരു വെറുതെ സൈഡ് റോളെന്ന് വിചാരിച്ചാൽ നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാകും. ഒരു കഥ, ഞാനൊരു കഥ ഗൂഗിളിൽ പറഞ്ഞു കൊടുക്കും, സിനിമ കണ്ടിട്ട് കഥ ഗൂഗിളിൽ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ആ പറയും അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാത്തൊന്നും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞ അതുകൊണ്ട് പറഞ്ഞില്ല. അങ്ങോട്ട് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ അടുത്തൊരു സാധനമുണ്ട്. ഈ സിനിമ നന്നായി ഓടിയാൽ നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ. അപ്പോൾ എന്നോട് ഒരു കഥ പറഞ്ഞ സമയത്ത് അന്ന് പറഞ്ഞു അങ്ങനെ മാറി കഥ പറഞ്ഞു. അതായത് ഈ സയൻസ് പൊളിറ്റിക്സും കൂടെ ചേർക്കുന്ന AI ടെക്നോളജി, എന്ത് ടെക്നോളജി ഞാൻ പറയുന്നത്, ഡീപ് ഫേക്ക് ടെക്നോളജിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി. വളരെ രസകരമായ കഥ എന്നോട് പറഞ്ഞു. അത് ഞാൻ ഈ അജിത് വിനായകനെ പറഞ്ഞ് കേട്ടൊരു കഥയുണ്ട്. പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കുന്നു. കാരണം പടം ഓടണം, ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു മറ്റു ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ആയിട്ട് കേൾക്കുന്നത്. അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ്.
ഇങ്ങനെ ഇപ്പോ ഹരീഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിൽ സാറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയിലും ഗണേശ് സാറിനെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന് വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഗോകുലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞ് അവനൊരു ഇപ്പോഴും അവൻ്റെ ശരീരം വളർന്നുള്ളൂ. കുഞ്ഞുങ്ങളെ മനസ്സിലായിട്ട് പാവം ഇതൊരു നമ്മളത് പറയുമ്പോൾ നോക്കിയിരിക്കും ഇങ്ങനെ കുഞ്ഞുങ്ങൾ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും. നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം വിജയോത്സവം സിനിമയിലാണ്. ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വില്ലനായിട്ട് അന്ന് നമ്മൾ തുടങ്ങിയ സൗഹൃദമാണ്. ഇവനെ കൊച്ചുകാലത്തെ എനിക്കറിയാം, കുഞ്ഞിലേ അറിയാം. അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നല്ല സുന്ദരനൊക്കെ ആയിട്ട് വന്നിരിക്കുക, താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കും. ഒരു തൊപ്പിയും കാണും അല്ലെങ്കിൽ നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാളെ വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും വലിയ പ്രസൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നല്ല ഒരു നടനാണ്. തീർച്ചയായിട്ടും ഗോകുലൊരു നല്ല ഇതുണ്ടാവും. അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ്. പലപ്പോഴും സംസാരിക്കുക, ഒരു ശബ്ദം പുറപ്പെടുവിക്കുക, വാതറക്കാതെ എല്ലാ എക്സ്പീരിയൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നു. മറ്റൊരു രസകരമായ വസ്തു ഈ പൂച്ചയാണ്. ഈ പൂച്ചയെ കൊണ്ടുവന്നു കേട്ടോ, നല്ല മനോഹരമായ പൂച്ച. എനിക്കത് പൂച്ച പേടിയാണ്, ഇടാൻ ഭയങ്കര ഇതാണ്. ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല, പക്ഷേ പൂച്ച ഭയങ്കര. എൻ്റെ ചന്തു പറഞ്ഞു സാറിൻ്റെ മടിയിലൊന്ന് ഇരുത്തണം, നമുക്ക് ഇവൻ്റെ അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ച് പൂച്ച ചാടി ഓടിക്കണം. പൂച്ചയുടെ ഇടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും. അയാളാണ് ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിൽ ഇരുത്താൻ. കാരണം പൂച്ചയ്ക്ക് മനസ്സിലാക്കി അവനാളെ എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൂച്ച ഇറങ്ങി ഒരു പോകും, എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി